എന്നെ പരിചയപ്പെടുത്തി. ഷീന, സ്വദേശം കാലിക്കറ്റിൽ തന്നെ ഉള്ളേരിയാണ് സ്വദേശം. ഇന്ന് കമ്പനിയുടെ പ്രധാനപ്പെട്ട റാങ്കായ റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്നാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരെയും ഞാൻ ഈ മോർണിംഗ് മീറ്റിംഗിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാണ്. അപ്പൊ എന്നെ പരിചയമുള്ള ആളുകൾ ഉണ്ടാവാം, ലീഡേഴ്സ് ഒക്കെ എന്നെ അറിയുന്ന ആളുകളാണ്, പുതിയ ആളുകൾ ജോയിൻ ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും. പിന്നെ അപ്പം എന്തായാലും എല്ലാവർക്കും നല്ല വിജയാശംസകളൊക്കെ നേരെയാണ്. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സാധാരണപ്പെട്ട ഒരു ലേഡി തന്നെയാണ് ഞാനും. ഒരു വീട്ടമ്മയായിരുന്നു. ആ സമയത്ത് എന്താണ്, വീട്ടമ്മയാണെങ്കിൽ കൂടി എന്തെങ്കിലും ജോബ് ചെയ്യണം എന്നുള്ള രീതിയിൽ, ജോബിനല്ല ബിസിനസ് തന്നെയായിരുന്നു മൈൻഡിലുള്ളതെന്ന് പറയാം. എന്താ പറഞ്ഞാല്, കല്യാണം കഴിഞ്ഞ് ശരിക്കും നേരത്തെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഒരു എന്താ പറയാ, 10ാം ക്ലാസ് കഴിയുന്ന സമയത്ത് തന്നെ മാരേജ് ഒക്കെ ഫിക്സ് ആയി. ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് എൻ്റെ ഹസ്ബൻഡ്. ജോബ് പാലക്കാടായിരുന്നു ജോബ്. അന്നേരം PSC എഴുതിയിട്ട് ആ സമയത്ത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ പഠിക്കുക ചെയ്തത്. +2 പരീക്ഷ എഴുതുന്ന സമയത്താണ്. എല്ലാവരും കളിയാക്കണ്ട, കാരണം നേരത്തെ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു. പക്ഷെ പിന്നെ തുടർച്ചയായിട്ട് പഠിക്കുക എന്നുള്ള രീതിയിലായിരുന്നു തന്നെ പഠിപ്പിക്കുകയോ ചെയ്തത്. ഹസ്ബൻഡിന്റെ അച്ഛനും എൻ്റെ അച്ഛനും ഫ്രണ്ടായിരുന്നു. ആ രീതിയിലാണ് നേരത്തെ മാരേജ് ഒക്കെ കഴിഞ്ഞു. ആ സമയത്തും എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നത് ഒരു ജോലി നേടുക എന്നുള്ള രീതിയിലാണ്. ജോബിലേക്കായിരുന്നു എന്നെ നിർബന്ധിച്ചത്. അപ്പം PSC പരീക്ഷ എഴുതുക, എക്സാം എഴുതുക, അതുപോലെ തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് പാലക്കാട് നിന്ന് നാട്ടിൽ വന്ന സമയത്താണ് ബീനാമേഡായിട്ട് പരിചയപ്പെട്ട സമയത്ത് ഞങ്ങള് ഒരു മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഒരു ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ട്രസ്റ്റിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആ സമയത്താണ് ഞങ്ങൾ അടുത്തടുത്ത പിന്നെ സ്ഥലത്തുള്ള ആളുകളാണ്, അടുത്തടുത്ത സ്റ്റോപ്പാണ്. പക്ഷെ നേരത്തെ ഉള്ള പരിചയമല്ല. ഈ ട്രസ്റ്റിൽ വന്ന സമയത്താണ് രണ്ടാളും നല്ല പരിചയമായി. ആ സമയത്ത് അതിലൂടെ പ്രവർത്തിച്ച സമയത്ത് ഒരു 6 മാസത്തെ ഡിപ്ലോമയായിട്ട് ഞങ്ങള് ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ബിസിനസ്സിനെ പരിചയപ്പെടുന്നത്. എന്റെ ബിസിനസ് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ ഏട്ടന്റെ മക്കളെ 2 പേരാണ്. അപ്പൊ അവര് ആ ബിസിനസ് പറഞ്ഞ സമയത്ത്, ഞാൻ ഇപ്പൊ ബിസിനസ്സിലേക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞ സമയത്ത്, നല്ല പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ സമയത്ത് വീട്ടിൽ 1-2 പ്രൊഡക്റ്റ് എനിക്ക് സമയത്ത് അത് ഞങ്ങൾ യൂസ് ചെയ്ത നല്ല റിസൾട്ടാണ്, അമേസിംഗ് ആയ റിസൾട്ട് ഉണ്ടായ ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ എന്നാലും ഞാൻ ബിസിനസ്സിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല. കാരണം വെച്ചാല് ഫാമിലിയിൽ ആരും ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പം പിന്നെ ആ ഒരു സമയത്ത് ബിസിനസ്സിന് ഫാമിലിയിൽ ആരും ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജോബ് മേഖലയിൽ ആരും ഉണ്ട് തന്നെ, മാർക്കറ്റിംഗ് മേഖലയിലൊന്നും ആരും ഇല്ല. പക്ഷെ ആ സമയത്ത് പിന്നെ ഏട്ടന്റെ മക്കളെ സജഷൻ ശരത്ത് ഈ പ്രൊഡക്റ്റ് തന്ന സമയത്ത് അത് വാങ്ങി യൂസ് ചെയ്തു എന്നല്ലാതെ പിന്നീട് ഇതിനെ കുറിച്ച് മനസ്സിലാക്കാനൊന്നും തയ്യാറല്ല. തുടർന്ന് എന്താണ്, ഞാൻ ആ കോഴ്സ് ചെയ്യുന്ന സമയത്തായിരുന്നു, 6 മാസം ഡിപ്ലോമ ചെയ്യുന്ന സമയത്തായിരുന്നു, വീണ്ടും വീണ്ടും എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു, വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു യൂണിറ്റ് പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ വാങ്ങിച്ച് മെല്ലെ മെല്ലെ എന്താണ്, ഞങ്ങൾ എന്നെ ബ്രാൻഡ് ഒന്ന് മാറ്റുക ചെയ്ത്. ഒരുപാട് ഉൽപ്പന്നം, പിന്നെ വെൽനസ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്, മെഡിസിൻ അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുന്ന നമ്മൾ ITC ലീഡർ ശൈലേഷ് സാറാണ്. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് വീട്. അപ്പൊ സാറിന്റെ അവിടെയാണ് എല്ലാ സംശയവും ചോദിക്കുക, പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിക്കുക. അപ്പൊ സാറും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം സീരിയസ് ആയിട്ടൊന്നും ബിസിനസ് ഒന്നും ഏറ്റെടുത്തിട്ടില്ല. തുടർന്നൊരു എന്താണ്, ഈ ഒരു ബിസിനസ് ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കി 2018 ഭ്രമരം എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ആ ഒരു പ്രോഗ്രാമിൽ എത്തിയ സമയത്താണ് ഒരുപാട് ആളുകൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നതും ഒരുപാട് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയതും മറ്റു ജില്ലയിലുള്ള സ്റ്റേറ്റിലുള്ള ആളുകളൊക്കെ വന്നത് കണ്ടു. അപ്പം അവരൊക്കെ സീരിയസ് ആയിട്ട് മേഖല ചെയ്യുന്നു, വലിയ വരുമാനങ്ങൾ, ഫിനാൻഷ്യൽ ഫ്രീഡത്തിലും, അതുപോലെ തന്നെ പ്രീമിയം കാറുകൾ അന്ന് സ്റ്റേജിൽ കയറി. അപ്പൊ അതൊരു വലിയൊരു 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തൊരു പ്രോഗ്രാം. ഇന്നൊരു ആ ഒരു കളർഫുൾ പ്രോഗ്രാം നമ്മളെ മൈൻഡിലുണ്ട്.
അപ്പൊ അതിനുശേഷമാണ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖല നമുക്കറിയാത്തൊരു മേഖലയാണ്. അത് പഠിച്ചിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള ബോധ്യം. അതിനുശേഷം ഇത് പഠിക്കാൻ തയ്യാറായി. ഓരോ ട്രെയിനിങ്ങും പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്തു, മെല്ലെ മെല്ലെ പഠിക്കുക. അതിന് ശേഷം എന്താ പറയുക, പാർട്ട് ടൈം ആയിരുന്നു എന്ന് തന്നെ പറയാം. അപ്പം ബിസിനസ് സ്റ്റാർട്ടൊന്നും ചെയ്തില്ല, കാരണം മാർക്കറ്റിംഗ് അറിയില്ല, കാരണം ഒരു സാധനം വിറ്റുള്ള ശീലമില്ല. അപ്പം എന്ത് ചെയ്തു, പിന്നീട് പഠിക്കാൻ തയ്യാറായ സമയത്ത് മെല്ലെ മെല്ലെ അടുത്ത് ഓരോ റാങ്കുകൾ കയറി വരാൻ തുടങ്ങി എന്നുള്ള പറയാം. അപ്പോൾ കയറി വരാൻ തുടങ്ങിയതിന് ശേഷം ഒരു അടുത്ത ട്രെയിനിങ്ങൾ കയറി വന്നതിന് ശേഷമാണ് മെല്ലെ മെല്ലെ ഇതിൽ വലിയ വരുമാനമൊന്നും തുടക്കത്തിലൊന്നും നേടാനൊന്നും സാധിച്ചിട്ടൊന്നുമില്ല. അപ്പം മെല്ലെ കയറി വന്ന സമയത്ത് ഈ ഒരു ആ സമയത്താണ് കൊറോണ ഒക്കെ വരാൻ തുടങ്ങിയത്. കൊറോണ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ഫീൽഡില് പ്രവർത്തിക്കാനൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇറങ്ങാനൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായി മെല്ലെ കയറി വരുന്ന ഒരു സമയമാണ്. ഒരു സോണൽ ടീം കോർഡിനേറ്റർ റാങ്കിലൊക്കെ അപ്പോഴേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ കൊറോണ സമയത്ത്. വീണ്ടും ആ ഒരു സമയത്ത് മുന്നോട്ട് പോവാൻ കാരണം ഒരുപാട് നെറ്റ്വർക്കും മണി ചെയിനും ഒക്കെ ഫീൽഡിലുള്ള ഒരു സമയമാണ്. അപ്പൊ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ, ഏട്ടന്റെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അവര് പലതിലേക്കും അവര് നമ്മളെ പോലെയല്ലല്ലോ, വരുമാനം പെട്ടെന്ന് നേടാൻ ആഗ്രഹമുള്ള ആളുകളല്ല. പക്ഷെ ഈ ബിസിനസ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയൊന്നുമല്ല. പക്ഷെ നമ്മൾ ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ബന്ധങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് പോയാൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. ക്ഷമ വേണം, ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. പക്ഷെ ചിലര് എന്ത് ചെയ്യുക, ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ കോൺഫിഡന്റോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താത്ത ആളുകൾ ഈ ബിസിനസ് വിട്ടുപോകുന്നുണ്ട്. ഈ സിസ്റ്റത്തിൽ നിൽക്കാത്ത ആളുകൾ വിട്ടുപോകുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെ ഏട്ടന്റെ മക്കൾ അവരെന്ത് ചെയ്തു, അവര് മറ്റൊരു മേഖലയിലേക്ക് പോകാൻ തയ്യാറായി. ആ സമയത്ത് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആവുന്ന ഒരു സമയത്താണ് പക്ഷെ ഈ ഒരു ബിസിനസ്, അപ്പൊ ഫാമിലിയിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് എതിർപ്പുകൾ വന്നു. അപ്പൊ അവര് സക്സസ് ആയില്ലേ, ഒരിക്കലും നീയും സക്സസ് ആവില്ല എന്നുള്ള രീതിയിലുള്ള എതിർപ്പുകളും. കാരണം നമ്മൾ എത്ര വർഷം നമ്മൾ വർക്ക് ചെയ്തു ഈ ബിസിനസ്സിൽ, എത്ര വർഷം നമ്മൾ ചെയ്തു എന്നുള്ളതിന് അല്ല നമ്മൾ പ്രശസ്തി കൊടുക്കേണ്ടതെന്നുള്ളത്. കാരണം നമ്മൾ എത്ര മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ള കാര്യത്തിലാണ്. അപ്പൊ അവിടെ വർഷങ്ങൾക്കല്ല, നമ്മൾ ചെയ്യുന്ന ടൈമാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയ്ക്ക് ഈ ഒരു സമയത്താണെന്നുള്ളത്. അപ്പൊ അവര് ഇതിൽ വിട്ടുപോയ സമയത്തും ഞാനൊരു തീരുമാനം എടുത്തു, എന്തായാലും ഇത് സക്സസ് ആയ ഒരു മേഖലയാണ്, നാളെ എന്തായാലും വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് ബോധ്യമായി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ശൈലേഷ് സാർ ഒരുപാട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. വീണ്ടും ഇതിൽ നിന്ന് തന്നെ നേടാൻ സാധിക്കും, വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡന്റ് തന്ന് ഒരുപാട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ തീരുമാനം എടുത്തു വിജയിച്ചേ അടങ്ങൂ, ഈ ഫാമിലിയിൽ എന്തായാലും വിജയിച്ച് കാണിക്കാന്നുള്ളൊരു തീരുമാനം എടുത്തു. കാരണം എല്ലാവരും നടക്കില്ല നമ്മളെ എതിർത്തോണ്ടിരിക്കുകയാണ്, നമ്മളെ പരിഹസിക്കാനും കളിയാക്കാനും ഒക്കെ ഇഷ്ടം പോലെ ആളുണ്ട്. അപ്പൊ നമ്മൾ ഇതിനൊക്കെ മറുപടി എന്ന് പറഞ്ഞാല് ഒരിക്കലും നമ്മൾ പ്രതികാരം കാര്യങ്ങളൊന്നുമല്ല, വിജയിച്ച് കാണിക്കുക എന്നുള്ളത്. നമ്മൾ അവിടെ സൈലന്റ് ആയിട്ട് വിജയിച്ച് കാണിക്കുക, നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഒന്ന് സ്പീഡായിട്ട് ചെയ്യാൻ തീരുമാനമെടുത്തു. എന്തായാലും ഈ മേഖല നമുക്കറിയാം, ചെയ്യുന്ന ആളുകൾ എത്ര വർഷം ചെയ്താലും വിജയിക്കും. എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ സാധിക്കുന്ന 100% ഉറപ്പാണ്. ഈ ബിസിനസ്സിൽ കടന്നു വന്നൊരു സമയത്ത് ഫസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സ്റ്റാർ ആയതിനു ശേഷം മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഞാനും ബീന മാഡം ഒരുമിച്ച് അന്നാണ് അനീസ് സാറിന്റെ അനൂപ് സാറിന്റെ ഫാമിലി ആയിട്ട് പരിചയപ്പെടുന്നത്. അന്ന് സാറിന്റെ വോളിയം കാണിച്ച സമയത്ത് ഞാനതത്ര എന്താ പറയാ, എനിക്കുള്ളിലൊന്നും അന്ന് കയറിയിട്ടില്ല. അത്ര കാര്യമില്ല, ഒന്ന് കണ്ടു എന്നുള്ളതല്ലാതെ അത് എനിക്കും നേടാൻ സാധിക്കുന്നു ഞാൻ അന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പിന്നീട് ഓരോ പ്രോഗ്രാമിലും സാറിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, കാരണം ഇതൊക്കെ നമുക്കും കിട്ടുമോ, ഈ വോളിയം നമുക്ക് വരുമോ എന്നുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ വരുമോ എന്നുള്ള ഒരു സംശയമാണ് അവിടെ 100% അവിടെ കോൺഫിഡന്റ് ഇല്ല എന്നാണ്. പക്ഷെ ഇന്ന് ആ ഒരു വോളിയൊക്കെ നമുക്ക് വരാൻ തുടങ്ങി, കാരണം 1 കോടിക്ക് മേലെയൊക്കെ വോളിയം വരാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഇത് സാധിക്കും എന്നുള്ളൊരു 100% വിശ്വസിക്കാൻ തുടങ്ങി. ആർക്കും സാധ്യമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അത് എത്ര വർഷം കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. അത് എത്രയും നേരത്തെ ടൈം, ഒരു 5 വർഷം, ഒരു 6 വർഷം 7 വർഷം ആകുന്ന സമയത്ത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഇനിയുള്ള ആളുകൾ എന്ത് ചെയ്യണം, ഒരു 2 വർഷം
കൊണ്ട് ഒരു 3 വർഷം കൊണ്ട് ആ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം എന്നുള്ള തീരുമാനം എടുക്കുക. ഇതിന് നമുക്ക് കിട്ടുന്നത് ടൈം ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം, ഈ രണ്ടുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് എത്രയും നേരത്തെ സ്പീഡായിട്ട് ഫാസ്റ്റ് ആയിട്ട് നേടാൻ സാധിക്കണം, അവിടെ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കണം എന്നുള്ള. ഒരു 10 ലക്ഷം അല്ലെ ഒരു 10 കോടി നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അത് 2-3 വർഷം കൊണ്ട് നേടിയെടുത്താലേ ഉള്ളൂ. ഒരു 10 വർഷം കൊണ്ട് നേടുന്ന സമയത്തോ അതിനുള്ള മൂല്യം കുറവാണെന്നുള്ള. അപ്പൊ എത്രയും നേരത്തെ നേടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. കാര്യങ്ങൾ പഠിച്ച് ഫുൾ ടൈമർ ആവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആണ്. അപ്പോൾ ഇന്ന് ഫുൾ ടൈം ആയിട്ടാണ് ഈ ഒരു ബിസിനസ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, കാരണം ആ ഒരു സമയത്തിന് ശേഷം ഇന്ന് എൻ്റെ ഏട്ടൻ്റെ മക്കൾ രണ്ടുപേരും ഇതിൽ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാനൊരു തീരുമാനം എടുത്തത്, ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയത്. ലക്ഷ്യം കാണാൻ തുടങ്ങിയത് അപ്പോഴാണ്. ഒരു എന്താ പറയാ, ഒരു പിന്നെ വിന്നിങ് ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിയതും അതുപോലെ തന്നെ ഒരു ഡ്രീം നമ്മൾ മുമ്പൊക്കെ മാറ്റിവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. നടക്കില്ല എന്നുള്ള മാറ്റിവെച്ച ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടെ സാധിക്കുന്നുള്ള 100% ഉറപ്പായി. അവിടെ സാധിക്കുന്നു കണ്ട സമയത്ത് അതിന് ഗോള് വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ സമയം, അത് എത്രയും നേരത്തെ 2 വർഷം കൊണ്ട് നേടുക എന്നുള്ളൊരു ഗോള് ചെയ്ത സമയത്ത് അത് സാധിക്കുന്നുള്ള ബോധ്യമായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരു 9 മാസം കൊണ്ട് ഇവിടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആവാൻ ഓരോ മാസത്തിൽ ഓരോ റാങ്കിലേക്ക് കടന്നു വരാൻ സാധിച്ചു. ഓരോ മാസവും അത് നമ്മൾ ഗോള് ചെയ്തപ്പോൾ സ്റ്റാർ ആയിട്ട്, റൂബി ആയിട്ട്, TC ആയിട്ട് ഓരോ മാസം ചെയ്യുമ്പോൾ ഒരു 9 മാസം കൊണ്ടൊക്കെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആവാൻ സാധിച്ചു. കൂടാതെ ഒരു എന്താ പറയുക 2.5 വർഷം കൊണ്ടാണ് റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് എത്താൻ സാധിച്ചതെന്നാണ്. അപ്പൊ ഇതാർക്കും സാധ്യം, ഏതൊരു വ്യക്തിക്കും സാധ്യമാണ്. കാരണം നമ്മളിവിടെ കമ്മിറ്റ്മെന്റ് എന്തായാലും ഉണ്ടായിരിക്കണം. ഒരു എന്താണ് അർപ്പണ ബോധത്തോടു കൂടി നമ്മളിവിടെ പ്രവർത്തിക്കാൻ സാധിക്കണം. ഇതൊക്കെ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ടീമിലേക്കാണ് ചെയ്യേണ്ടത് എന്നുള്ള. നമ്മളെ ഗോളും ലക്ഷ്യമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മുടെ ടീമിൽ നമ്മളെ ബ്രാഞ്ച് 1-ലും ബ്രാഞ്ച് 2-ലും എത്ര പേരുണ്ട്, അവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം, അവർക്ക് ഡ്രീം ഉണ്ടാക്കി കൊടുക്കുക, അവരെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നമ്മൾ തീരുമാനിക്കുക. ഇവിടെ റാങ്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അച്ചീവ്മെന്റ് മാത്രമാണ്. അത് നമ്മളുടെ പ്രോഗ്രാമിൽ മാത്രം, ട്രെയിനിങ്ങിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ വീണ്ടും നമ്മൾ ശൈലേഷ് സാർ എന്താ പറയുന്നത്, ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ള അത് തന്നെ നമ്മൾ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു റീജിയണൽ ടീം കോർഡിനേറ്റർ ആയാലും ഫീൽഡിൽ ഇറങ്ങി കഴിയണം. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങണം നമ്മൾ. എന്നാൽ മാത്രമേ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അവിടെ നമ്മളെ റാങ്ക് ഒന്നും ഒരു വിഷയമല്ല ആക്കരുത്. നമ്മൾ വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, നമ്മള് ടീമിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങ് ഇറങ്ങി പ്രവർത്തിക്കണം. അവര് ലക്ഷ്യമോ ഡ്രീമോ ഒന്നും ഇല്ലാത്ത കടന്നു വന്ന ആളുകളാണ്. അവർക്ക് വലിയ ലക്ഷ്യങ്ങളോ വലിയ ഡ്രീമോ ഒന്നുമില്ല. പക്ഷെ ഇവിടെ കടന്നു വന്ന സമയത്ത് പേസ്റ്റും സോപ്പും ഉപയോഗിച്ചിട്ടും അത് കൊടുക്കാനും തയ്യാറായി. അവർക്ക് ലക്ഷ്യം നമ്മൾ കാണിച്ചു കൊടുക്കണം. അവർക്ക് ഓരോ റാങ്കിൽ കയറാൻ വേണ്ടിയിട്ട് ഇത്ര വോളിയം വേണം, അതിന് ഇന്ന കാര്യം ചെയ്യണം, ഇതിന് ഞങ്ങൾ കൂടെ നിന്ന് പ്രവർത്തിക്കാം, ഞാൻ വരാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ ഇറങ്ങുക. വേറൊന്നും ചെയ്യാനില്ല. നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രം, എന്താ ശൈലേഷ് സാറ് ഭാഷയിൽ പറഞ്ഞ വേർപ്പിന്റെ അസുഖം ഇല്ലാണ്ടിരിക്കുക. വേർപ്പിന്റെ അസുഖം ഇല്ലാതെ നമ്മൾ ഇറങ്ങാൻ തയ്യാറായാൽ മതി. വേറൊരു മാജിക്കും ഇല്ല. പ്രവർത്തിക്കുന്നവർക്ക് ഇവിടെ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള 100% ഉറപ്പാണ്. അതുപോലെ നമ്മൾ ആ ടീമിനും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, അവരെ കൂടെ ഇറങ്ങുക. അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് അവരെ കൂടെ നിൽക്കുന്ന സമയത്ത്, അവർക്ക് ഒരു കണ്ടിന്യൂ ആഴ്ച വരുമാനം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ കൂടെ നിൽക്കും. വരുമാനം ഇല്ലെങ്കിലാണ് വിട്ടുപോകുന്ന ആളുകൾ. വരുമാനം ഉണ്ടാക്കി കൊടുത്താൽ എന്ത് ചെയ്യും, നമ്മളെ കൂടെ നിൽക്കുക അവര്. അപ്പൊ അവർക്ക് നമുക്കറിയാം ആഴ്ച വരുമാനം 450 രൂപ മുതൽ 2,10,000 വരെ വാങ്ങിക്കൊടുക്കാനുള്ളൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് ബോധ്യം അവർക്ക് ഉണ്ടായി കൊടുക്കണം. കോൺഫിഡന്റ് അവർക്ക് ഉണ്ടായി. ഒരുപാട് നെഗറ്റീവ് ഉണ്ടാവും, ഫീൽഡിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ടാവും, ഒരുപാട് അനുഭവം. ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് പല വീടുകളിലെ പല ആളുകൾക്കാണ് എല്ലാവർക്കും ഒരേ റിസൾട്ട് ഉണ്ടാവില്ല, നെഗറ്റീവ് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ അവിടെ നമ്മൾ സൊല്യൂഷൻ ഉണ്ടായി കൊടുക്കണം. നമ്മൾ ഇന്നലെ ഞാൻ അവിടെ പോയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ സ്ട്രോക്ക് വന്നൊരു വ്യക്തിയാണ്. കുറച്ച് പ്രൊഡക്റ്റ് കൊടുത്ത സമയത്ത് അവർക്ക് ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ നമ്മളവിടെ സൊല്യൂഷൻ കണ്ടു, കാര്യങ്ങൾ സോൾവ് ആക്കിയ സമയത്ത് പ്രശ്നമില്ല. അല്ലെങ്കിൽ ടീമിന് പ്രശ്നങ്ങൾ വരും.
അവർക്ക് പഠിച്ചു വരുന്ന ആളുകളാ നെഗറ്റീവ് വരും. അപ്പൊ അതില്ലാതെ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം. ലീഡേഴ്സ് നമ്മൾ അവിടെ കൂടെ ഇറങ്ങിയിട്ട് അവർക്ക് എന്താണോ പ്രശ്നം എന്ന് വെച്ചാൽ അത് നമ്മൾ ഇറങ്ങിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു എന്താണ് നമ്മള് എന്താണ് ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് ID കാർഡൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഫീൽഡിൽ ഇറങ്ങുന്നത്. അപ്പൊ അതിനൊക്കെ എന്താണ് നമുക്ക് 100% ലീഗലാണ്. അപ്പൊ 100% ലീഗലായിട്ടുള്ള ഏറ്റവും നല്ല ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇതൊന്നും ഫീൽഡിൽ നിന്ന് ആർക്കും ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ നമ്മളത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇവിടെ നിയമത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു നമ്പർ 1 കമ്പനിയിലാണ്. അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അത്രയും ക്വാളിറ്റി ഉള്ള ഇന്ന് പ്രീമിയം മാർക്ക് കിട്ടിയ ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആദ്യം നല്ലൊരു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനൊക്കെ ആദ്യം തയ്യാറല്ല. കാരണം അധികം ഡോക്ടർമാർ എഴുതിയ മരുന്ന് മാത്രം കഴിക്കുന്ന ആളുകളാ. അപ്പൊ അവര് നമ്മൾ കൊണ്ടു കൊടുത്താൽ ക്യാപ്സൂളും സിറപ്പൊന്നും പെട്ടെന്നൊന്നും കഴിക്കില്ല. അപ്പൊ നമ്മൾ ചിലപ്പം കഴിച്ചും കാണിച്ചു കൊടുക്കണ്ടേ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്താണ്, കാരണം നമ്മൾ ഫീൽഡിൽ ഇറങ്ങി ഈ പണിയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ സാധിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മളെ കൂടെ നമ്മളെ ടീം നിൽക്കില്ലേ, നമ്മൾ കട്ടയ്ക്ക് നമ്മളെ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ കൂടെ ടീം നിൽക്കും. അവർക്ക് നമ്മളെക്കാൾ എക്സ്പീരിയൻസും അവർ നമ്മളെക്കാൾ കോൺഫിഡന്റോ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും സന്തോഷം വരും. കാരണം നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്, നമ്മൾ പറയുന്നത് അനുസരിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ഈ ഒരു സിസ്റ്റത്തിന്റെ കൂടെ അവരൊക്കെ ഉണ്ട് എന്നുള്ള ബോധ്യമാകുന്ന സമയത്ത് എന്താണ് നമുക്ക് 2,10,000 വാങ്ങിയതിനേക്കാൾ സന്തോഷ. ഇതാണ് വേണ്ടതെന്നുള്ള ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പാണ്. ഇത് നമ്മൾ ആദ്യം വലിയ വരുമാനം ഒന്നല്ല നമ്മൾ കാണേണ്ടത്, ബന്ധം ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മാത്രമേ. നമ്മൾ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ. ഇന്ന് മുബീൻ സാറ് വരെ പറയുന്ന എന്താണ്, ബന്ധങ്ങൾ ഉണ്ടാക്കി എവിടെ പോയാലും നമ്മൾ എന്ത് ചെയ്യുക, ബന്ധങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക. ആ ബന്ധത്തിലൂടെ മാത്രമേ ബിസിനസ് വരുള്ളൂ. ആ ബന്ധത്തിലൂടെ അത് കെട്ടുറപ്പുള്ള ഒരു ബന്ധമായിട്ട് മാറുക എന്നുള്ള. അപ്പൊ ഒരുപാട് ആളുകളായിട്ട് ഒരുപാട് പല പ്രദേശത്തുള്ള ആളുകളാണ് നമ്മളെ കൂടെ കടന്നു വരുന്നത്. ഒരു പരിചയമില്ലാത്ത ആളുകളെയാണ് നമ്മൾ ബിസിനസ് കെയർ ഓഫ് നമ്മളെ കൂടെ കടന്നു വരുന്നത്. അവരൊക്കെ നമ്മളൊരു ഫാമിലി ആയിട്ട് കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് നേട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് എല്ലാവരും വിജയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സത്യമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്, നമുക്ക് അത്ര വലിയൊരു മേഖലയിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അതുമല്ല കൂടുതൽ ഇപ്പൊ ലേഡീസിനാണ് സാധ്യത കൂടുതൽ എന്നുള്ളത്. നമ്മളെ ഫാമിലിയുള്ള നമ്മളെ എന്താണ് ജെൻസിനൊക്കെ അവരെ ഭാര്യ അതുവരെ സിസ്റ്റേഴ്സ് ഉണ്ടാവും, അവരെ ബന്ധത്തിൽ ഒരുപാട് ലേഡീസ് ഉണ്ടാവും. അവരൊക്കെ ബിസിനസ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി കൊടുക്കുകയും അവരെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചും ആ പ്രോഗ്രാമിലും സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ എന്തായി, ഇത് ഏറ്റവും നല്ലൊരു ബിസിനസ് ആയിട്ട് മാറും. ഫാമിലി ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ഉണ്ടാവില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വെച്ചാല് ഞാനിപ്പോ എന്റെ ഹസ്ബൻഡ് ഇത് ഈ ബിസിനസ് അറിയില്ല, എന്റെ മക്കൾ ഈ ബിസിനസ് അറിയില്ല എന്നായിക്കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലൊരു പോസിറ്റീവ് എനർജി കിട്ടില്ല. കാരണം ഞാനും ഫീൽഡിൽ ഇറങ്ങിയിട്ട് ചിലപ്പോൾ രാത്രി 8 മണി 9 മണിയൊക്കെ ആവും വീട്ടിലെത്തുമ്പോ. അപ്പം അവരറിയണം എന്ത് ബിസിനസ് ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു എന്നുള്ള കാര്യം അവരും കൂടി അറിഞ്ഞു കഴിഞ്ഞ ഒരു പ്രശ്നമില്ല. നമ്മളെ കൂടെ ഓരോ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് സപ്പോർട്ട് കിട്ടും. അപ്പൊ ആ സപ്പോർട്ടും നമ്മള് ഫാമിലിയിലും നമുക്ക് എന്താ പറയാ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റും. കാരണം വെച്ചാൽ ഇവിടെ ഈ ബിസിനസ്സിലൂടെ നമുക്ക് കിട്ടുന്നത് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, ഇത് മൂന്നും കിട്ടുന്നത് അവസരം. ഒരു വീട്ടിലേക്ക് വേണ്ടത്, ഒരു ഫാമിലിക്ക് വേണ്ടതാണ് ഈ കാര്യങ്ങൾ, അതാണ് ഇവിടെ കിട്ടുന്നതെന്നുള്ളത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ 2,10,000 ഒക്കെ പിന്നെ വന്നോളും, അത് വന്നോളും. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ അത്രയും പോസിറ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് ഇവിടെ ഉണ്ടായിരിക്കണം, ഈ ഫീൽഡിൽ ഉണ്ടായിരിക്കണം, കൂടെ ഉണ്ടായിരിക്കണം, ഫാമിലിയിൽ ഉണ്ടായിരിക്കണം. ഉണ്ടായാലും മാത്രം മതി. ബാക്കിയെല്ലാം എന്ത് ചെയ്യുക, ബാക്കിയൊക്കെ വരുന്ന കാര്യങ്ങളാണ്, അച്ചീവ്മെന്റുകളും അതുപോലെ നേട്ടങ്ങളും ഒക്കെ വരുന്നതാണ്. ഏറ്റവും വേണ്ടതെന്ന് പറഞ്ഞാൽ ഹെൽത്താണ്. ആ ഹെൽത്ത് ബിസിനസ്സിലൂടെ കിട്ടാൻ പറ്റുന്നുള്ള 100% ഉറപ്പുള്ള കാര്യം. ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ഒരു ഡോക്ടേഴ്സിന്റെ അടുത്ത് നമ്മൾ ഫാമിലി പോകാറില്ല. കാരണം ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകേണ്ട ആവശ്യങ്ങളില്ല. കാരണം വെച്ചാൽ നമ്മളെ ഉൽപ്പന്നങ്ങൾ പ്രതിരോധ ശേഷി കൂട്ടുന്ന ഉൽപ്പന്നങ്ങളാണ്. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനാണ്. അപ്പൊ ഇതാണ് വേണ്ടതെന്നുള്ള. ഒരുപാട് ഫാമിലിയിൽ നമ്മൾ എത്തിക്കുന്ന സമയത്ത് നമ്മളെ ശരിക്കും ദൈവത്തിന് തുല്യം ഒരു കാണും. കാരണം അവരുപയോഗിക്കുന്ന സമയത്ത് പിന്നീട് നമ്മളെ വിളിക്കുന്ന ഫാമിലിയിൽ നിന്ന് ഇപ്പൊ ഒരുപാട് എന്താ പറയാ കണക്ഷനിൽ നിന്നാണ് ആളുകൾ വിളിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ മാറുകയാണ്. ഒരുപാട് എന്താ പറയാ 10-20 വർഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് മാറിയിരിക്കുന്നു എന്നുള്ള പറയുമ്പോൾ അതൊരു 3 മാസം ഒക്കെ 4 മാസം 5 മാസം ഉപയോഗിക്കുന്ന സമയത്ത് കണ്ടിന്യൂ യൂസ് ചെയ്യുന്ന സമയത്ത് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും നമ്മളെ കൂടെ എന്താ പറയുക, ബെല്ലി സാറൊക്കെ പറയുന്നുണ്ട്, എന്താ പറയാ കൂടെ എന്താ പറയാ കിണറ്റ് ചാടാൻ പറഞ്ഞ ചാടും. അങ്ങനത്തെ ഒരു ബന്ധമായിട്ടാണ് മാറുന്നതെന്നുള്ളത്. അപ്പൊ അത്ര നല്ലൊരു കമ്പനിയിലേക്കും അത്ര നല്ല ബിസിനസ്സിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ്
അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള, യൂസ് ചെയ്യുക എന്നുള്ള, നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് നേട്ടങ്ങളും എല്ലാം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് പഠിക്കാനുള്ള കാര്യം, ഡയറസലിൻ നമ്മൾ അറിഞ്ഞിട്ട് വന്ന ആളുകളല്ല. എന്താണ്, ഒരുപാട് ആൾക്കാർ ചില ഫ്രണ്ടിന്റെ നിർബന്ധം മൂലം വന്നായിരിക്കും, അങ്ങനെയുള്ള കാര്യത്തിൽ നിർബന്ധം മൂലമൊക്കെ വാങ്ങുന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അതിന്റെ റിസൾട്ട് കൊണ്ട് വന്നായിരിക്കും, സാഹചര്യങ്ങളായിരിക്കും പ്രൊഡക്റ്റ് ഈ ബിസിനസ്സിൽ എത്തുന്ന, ഒന്നും അറിഞ്ഞിട്ടായിരിക്കില്ല. പക്ഷെ നമ്മളെ ഒരു സിസ്റ്റത്തിന്റെ കൂടെ നിന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ രാവിലത്തെ മോർണിംഗ് മീറ്റിംഗ് തുടങ്ങിയിട്ട് നമ്മളെ സിസ്റ്റം, ഈ രാവിലത്തെ മോർണിംഗ് മീറ്റിംഗ് നമ്മുടെ ടീമിലുള്ള ആളുകളൊക്കെ അതിലേക്ക് കണക്ട് ചെയ്യുക, പുതുതായിട്ട് കടന്നു വന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യിപ്പിക്കുക. ആ ജോയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് എന്താണ്, രാവിലത്തെ മോർണിംഗ് മീറ്റിംഗ് തുടങ്ങിയിട്ട് അവർക്ക് ഭയങ്കര എനർജി ഇതിൽ കിട്ടുന്നുണ്ട്, പോസിറ്റീവ് എനർജി വേറെ എവിടെ നിന്നും കിട്ടൂല. രാവിലത്തെ പ്രൊഡക്റ്റിനെ കുറിച്ചും പ്രൊഡക്റ്റിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ അറിവാണ് ഇതിൽ വളരെ അത്യാവശ്യം. നമ്മൾ പല മേഖലയിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും, പല മേഖലയിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാരും ഒക്കെയാണ് ഇതിൽ കടന്നു വന്ന സമയത്ത് മറ്റു മേഖലയിലുള്ള എഡ്യൂക്കേഷനാണ് അതിലുള്ള, സ്കില്ലാണുള്ളത്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഡയറക്ട് സെല്ലിങ്ങിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മളൊന്നും എന്താണ് പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും നമ്മളെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളൊന്നും എവിടെ എത്തിയിട്ടില്ല, തുടക്കക്കാരാണ്. അപ്പൊ എന്താണ്, പഠിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് നമുക്ക് ഈ വലിയ വരുമാനം, ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ നമ്മളെ കൈകളിലേക്ക് എത്തുക എന്നുള്ളത്. ഈ വരുമാനം നമുക്ക് എങ്ങനെയൊക്കെ, മണി ഫ്രീഡം ഒക്കെ നമ്മൾ എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അല്ലാതെ നമ്മളെ കയ്യിൽ പൈസ ഇട്ടിട്ട് കാര്യമില്ല. നമുക്കറിയാം, ലോട്ടറി അടിക്കുന്ന ആളുകൾക്ക് അതിനൊരു മൂല്യമല്ല അല്ലെ, ആ പണം ഏതൊക്കെ വഴിക്ക് പോകുന്നു എന്ന് അറിയില്ല. അത് എന്താണ്, അത് മുന്നോട്ട് കുറെ കഴിഞ്ഞാൽ പല വഴിക്ക് പോയിട്ട് അതിനൊരു ശാശ്വതമല്ല. പക്ഷെ നമ്മൾ പ്രവർത്തിച്ച് എഫേർട്ട് ഇട്ടിട്ട് ഒരുപാട് വർഷത്തെ 4-5 വർഷം എഫേർട്ട് ഇട്ട് കിട്ടുന്നതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. അതിന് നല്ല മൂല്യമുണ്ട്. അതെങ്ങനെ യൂസ് ചെയ്യണം നമ്മൾ അപ്പോഴേക്ക് പഠിക്കും. ഏത് രീതിയിൽ, എങ്ങനെ, എവിടെ എന്നുള്ളത് നമ്മൾ അപ്പോഴേക്ക് പഠിക്കും. ആ പണം എന്തിനൊക്കെ ഉപയോഗിക്കണമെന്ന്. അപ്പോൾ അതിനനുസരിച്ചുള്ള മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠിക്കാനുള്ള ഒരു പീരീഡാണ് സ്റ്റാർട്ട് ടു ITC എന്ന ഒരു പീരീഡാണ്. ഒരു 11 സ്റ്റെപ്പ് അത് കയറുക എന്നുള്ള. അപ്പൊ സ്റ്റാർ, റൂബി, TC, ATC, DTC ഇങ്ങനെ കയറി 11ാമത്തെ സ്റ്റെപ്പായ ITC റാങ്കിൽ എത്തുന്ന സമയത്ത് ഫിനാൻഷ്യൽ ഫ്രീഡം, ടൈം ഫ്രീഡം. അപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലേ, മുബീൻ മുഹമ്മദ് സാറ്, നമ്മൾ അനീസ് സാറ്, അനൂപ് സാറൊക്കെ എത്തിയിരിക്കുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം. ഇന്ന് അവർ ടൂറിലാണെങ്കിൽ കൂടി അവർക്ക് വരേണ്ട വരുമാനം കൃത്യമായിട്ട് എത്തിക്കോളും. ആ ബുധനാഴ്ച അവർക്ക് ആ മെസ്സേജ് വന്നോളും കൃത്യമായിട്ട്. ആ കൊറോണ സമയത്ത് വരെ അവർക്ക് വരുമാനങ്ങൾ ഇതുപോലെ വന്നിരിക്കുക. അത് നമുക്ക് എല്ലാ പ്രാവശ്യവും പ്രോഗ്രാമിലൊക്കെ കാണിച്ചു തന്നു. എന്നുവെച്ചാൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ അത് വന്നുകൊണ്ടേയിരിക്കും അല്ലെ, പൈപ്പ് ലൈനാന്ന് പറയുന്നില്ലേ. അപ്പൊ അത് വന്നുകൊണ്ടിരിക്കും. പക്ഷെ അത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കണം. നമ്മൾ ഫീൽഡിൽ എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കണം. നമ്മളിവിടെ മടുപ്പുണ്ടാകാൻ പാടില്ല. ഇഷ്ടത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്. നമ്മുടെ കമ്പനിയുടെ നെഞ്ചോട് ചേർത്ത് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്. നമ്മളെ ബുദ്ധിമുട്ട് തോന്നാൻ പാടില്ല. നമ്മൾ ഫീൽഡിൽ ഇപ്പൊ ഒരു ലേഡീസൊക്കെ, ഞങ്ങളൊക്കെ 10 മണിക്കൂർ ഫീൽഡിൽ ഇടുന്നുണ്ട്. ഒരു 10 മണിക്കൂർ, ജെൻസിനൊക്കെ ഒരു 10-15 മണിക്കൂർ ഫീൽഡിലിടാം. നിങ്ങൾക്ക് ഒരു ടൈം എന്ന് പറഞ്ഞാല് 10 മണി വരെ, രാത്രി നൈറ്റ് 10 മണി വരെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും. 10-11 മണി വരെ വർക്ക് ചെയ്യുന്ന നമ്മള് ബെന്നി സാറൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരൊക്കെ 10-15 മണിക്കൂറൊക്കെ എഫേർട്ട് ഇട്ട ടൈം ഉണ്ടായിരുന്നു. 11 മണി വരെ, 12 മണി വരെ അന്ന് എഫേർട്ട് ഇട്ടുകൊണ്ടാണ് അവർ ഇന്ന് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇതിനുള്ള ടൈം നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഇട്ടിരിക്കണം. അപ്പൊ ലേഡീസായ ഞങ്ങളൊക്കെ ഒരു 10 മണിക്കൂറാണ് ഇവിടെ ഇടുന്നത്. 7 മണി 8 മണിക്കാണ് വീട്ടിൽ കയറുന്നത് എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ടൈം നമ്മൾ അതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇറങ്ങാൻ തയ്യാറാകുക. ഇപ്പോഴിട്ട ചില ദിവസം നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്. പല അനുഭവങ്ങളുണ്ടാവും. ഇന്നിടുന്ന എഫേർട്ടിന് റിസൾട്ട് നാളെ കിട്ടുക. അപ്പൊ ഇന്ന് നമ്മൾ ചിലപ്പോൾ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പുതിയ ആളുകൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് വരും. ഫീൽഡ് പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ടാവില്ല, കാണാൻ പറ്റിയ പ്രതീക്ഷിച്ച ആളെ കണ്ടിട്ടുണ്ടാവില്ല, ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് കാര്യം. പക്ഷെ ഇതിനൊക്കെ റിസൾട്ട് നമ്മൾ ചെയ്യേണ്ട പണി നോ കേൾക്കാൻ നമ്മൾ തയ്യാറാവുന്നു. നോ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നോ കേട്ട് കഴിഞ്ഞാൽ അതാണ് നമ്മളെ കോൺഫിഡന്റ് വർദ്ധിക്കുക. അപ്പൊ ഇത് നമ്മൾ തയ്യാറാവുക. അവിടെ നോ കേൾക്കുമ്പോഴേക്കും നമ്മൾ പുറകോട്ട് പോയി ഇത് നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല. ഇത് വീണ്ടും നമുക്ക് എനർജി കൂട്ടാനും പ്രവർത്തിക്കാനാണ്. അതിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, GTS ഉണ്ട്. നമുക്ക് ഓരോ ഏരിയയിലും നമുക്കുണ്ട് ഗേറ്റ് വേ ടു സക്സസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. അവിടെ കയറി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അവിടെ കയറി കഴിഞ്ഞ് പ്രോഗ്രാം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എനർജി വന്നു കഴിയും. പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ.
GTS സെന്ററുകൾ. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞു ലീഡേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ ഏത് ലീഡർ ആണെങ്കിലും ഒരിക്കലും ഒരു നെഗറ്റീവ് പറയില്ല. പോസിറ്റീവായ കാര്യം നമുക്ക് ഫീൽഡിൽ കിട്ടുന്ന വെറുതെ നെഗറ്റീവ് ആയിരിക്കാം. ഇതൊന്നും നടക്കില്ല, ഇതൊന്നും വിജയിക്കില്ല, ഇങ്ങനെ പലതും ഉണ്ട് എന്നല്ല, അവർക്കൊന്നും അറിയില്ലല്ലോ, ഇതിനെ കുറിച്ചുള്ള അറിവില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്താൽ മതി? അപ്പൊ നമ്മളെ മൈൻഡിൽ ശരിയാണെന്ന് തോന്നരുത്. നമ്മൾ പ്രോഗ്രാമിൽ കയറി അല്ലെ ആ സമയത്ത് നമ്മൾ ഒരു ലീഡറെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മളെന്താ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ ലീഡർ പറഞ്ഞു തരിക. നമ്മള് മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള ആവേശമാണ് നമുക്ക് തരിക. അപ്പം ഇത് ഈ ലീഡറെ വിളിക്കുക എന്നുള്ള ആ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ വരും. പുതിയ ആളുകളോട് പറയുന്ന ഒരു നെഗറ്റീവോ കാര്യങ്ങൾ വരുന്ന സമയത്ത് പെട്ടെന്ന് ലീഡറെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായി? പോസിറ്റീവായി. ഈ ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് ലീഡർ കടന്നു വരുന്നത്. അപ്പൊ ലീഡർക്ക് അറിയാൻ സാധിക്കും ഇങ്ങനെ ഫീൽഡിൽ പല അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവും, ഇതൊക്കെ മറികടന്നിട്ടാണ് മുന്നോട്ട് വരുന്നത് എന്നുള്ള. അപ്പൊ ഇതൊക്കെ എന്താണ് അറിവുകളാണ്. ഇതൊക്കെ ഫീൽഡിൽ നിന്നാണ് ഈ അറിവൊക്കെ നമുക്ക് കിട്ടുന്നത്. എല്ലാം നമുക്ക് എന്താണ് ഫീൽഡിൽ നിന്ന് കിട്ടുന്നു. നെഗറ്റീവും കിട്ടുന്നുണ്ട്, പോസിറ്റീവും കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? പ്രോഗ്രാമിനും സിസ്റ്റത്തിനും കൂടെ നിൽക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. വലിയ എന്താ പറയാ, മുന്നോട്ട് പോകുമ്പോൾ ഈ വലിയ ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. ഫീൽഡിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ പോലും ഉണ്ട്. ചില ദിവസങ്ങൾ നമുക്ക് വീട്ടിൽ പോലും നെഗറ്റീവ് വരുന്നുണ്ട്, പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ മറികടന്നിട്ട് അതിന് മേലെയായിരിക്കണം നമ്മൾ ഇത് പ്രവർത്തിക്കുന്നത്. ഇത് ഞങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിയേ തീരൂ. അവിടെ എന്ത് പ്രശ്നവും പ്രതിസന്ധി ഉണ്ടെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ മുന്നിലേക്ക് പോയേ പറ്റൂ, ഞാൻ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കും എന്നുള്ള തീരുമാനത്തിൽ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. പോകാനുള്ള നമുക്ക് ഓരോ ട്രെയിനിങ്ങിലും നമുക്ക് കിട്ടും. ഒരു ദിവസത്തെ ഫുൾ ഡേ ട്രെയിനിങ് നമുക്കുണ്ട്, 1 ഡേ ട്രെയിനിങ് നമുക്കുണ്ട്. എന്നുവെച്ചാൽ അങ്ങനെയുള്ള ട്രെയിനിങ് കിട്ടുമ്പോൾ ഈ ബിസിനസ് ഏത് രീതിയിൽ നമ്മൾ ചെയ്യണം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യം കിട്ടും. വെൽനി സാറിന്റെ 1 ഡേ ട്രെയിനിങ് ആണ് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ ഇന്നും നിൽക്കുന്നത് എന്നുള്ള. ഫസ്റ്റ് എനിക്ക് കിട്ടിയിരിക്കുന്ന വെൽനി സാറിന്റെ 1 ഡേ ട്രെയിനിങ്. ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത സമയത്താണ് ഈ ബിസിനസ്സിൽ ഫ്യൂച്ചർ ഉണ്ട്, സക്സസ് ആവും എന്നുള്ള ബോധ്യമായി, എങ്ങനെ ചെയ്യണം എന്നുള്ള മനസ്സിലാക്കി. ഒരു ട്രെയിനിങ്ങിൽ തോന്നിയിട്ട് വീണ്ടും അടുത്ത പ്രോഗ്രാമുകൾ പങ്കെടുക്കാനുള്ള ഒരു ആവേശം എനിക്ക് കിട്ടി. അതിനുശേഷം 2 ദിവസത്തെ ട്രെയിനിങ്ങുകൾ എവിടെ ട്രെയിനിങ് വെച്ചോ അവിടെ എത്തുന്നത്. ഈ ബിസിനസ്സിൽ ഇന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, കാരണം വിട്ടു പോകാൻ പല തവണ തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ വിട്ടു പോകാതെ ബിസിനസ്സിൽ നിൽക്കുന്ന വെച്ചാൽ ട്രെയിനിങ്ങുകളുടെ ഒരു പ്രാധാന്യം മാത്രമാണ്. അത് മാത്രമാണ് ഇവിടെ നിൽക്കുന്നതെന്നില്ല. കാരണം നമ്മൾ ഈ ഒരു മേഖല നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയാണ് അല്ലെ. അതാണ് ആളുകൾ സീരിയസ് ആവാത്ത കാണുന്നത്. 5 ലക്ഷമോ 10 ലക്ഷമോ മുടക്കിയിട്ടല്ല നമ്മൾ. ഡിസ്ട്രിബ്യൂഷൻ തികച്ചും ഫ്രീ ആണ്. അതുകൊണ്ട് ആളുകൾ ഈ ബിസിനസ്സിനെ വലിയ രീതിയിൽ ആദ്യം കാണാത്തത്. കാരണം മുതൽ മുടക്കൊന്നുമില്ല, കുറച്ച് പേസ്റ്റ് സോപ്പും കാര്യങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ യൂസ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് ആരും സീരിയസ് ആകുന്നില്ല. പക്ഷെ നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് എവിടെയാ വെച്ചാൽ പ്രോഗ്രാമില്ല, ട്രെയിനിങ്ങിലാണ്. നമ്മൾ ഒരു ദിവസത്തെ ട്രെയിനിങ്, 2 ദിവസത്തെ ട്രെയിനിങ്, 3 ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 2000 2500 5000 രൂപേന്റെ ട്രെയിനിങ്, 3 ദിവസത്തെ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വലിയ പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. നമ്മൾ അഭ്യുദയ എന്നുള്ള പ്രോഗ്രാം സീസൺ 2 വരികയാണ്. അതിലേക്ക് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് 6000 രൂപയാണ്. അവിടെ നമ്മൾ എന്താണ് സോണൽ ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് എത്തണം എന്നുള്ള ഒരു പ്രൊഫഷണൽ രീതിയിലാണ്. പ്രൊഫഷണൽ ആയിട്ട് മാറുന്ന നമ്മൾ അതേപോലെയുള്ള പ്രോഗ്രാമിൽ വരുന്ന സമയത്താണ് ബോധ്യം. കാരണം അവിടെ വന്നിരിക്കുന്ന ആളുകൾ, എത്തിയിരിക്കുന്ന ലീഡേഴ്സ് എന്ന് പറഞ്ഞാല് പിന്നെ അന്ന് 5 വർഷം 10 വർഷം ബിസിനസ് ചെയ്ത ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസും അവരുടെ വാക്കുകളും നമുക്ക് കേൾക്കുന്ന സമയത്ത് ഇത് ശരിക്കും പ്രൊഫഷണൽ മേഖലയാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് ബോധ്യമാവും. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് എത്രയും കോൺഫിഡന്റോട് കൂടി നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഒരു ബിഗിനിങ് വിത്ത് എൻഡിങ് കാണാൻ സാധിക്കുന്നെന്നുള്ളത്. അപ്പൊ ഇതിൽ സക്സസ് ആവുന്നുള്ള ഉറപ്പാണ്. പക്ഷെ ഈ ഒരു ചില സമയത്ത് വീട്ടിൽ നിന്ന് വരെ പറയാറുണ്ട്, ഏത് സമയത്തായത് രക്ഷപ്പെടുക, പറയുന്നുണ്ടല്ലോ എത്ര കാലമായി പറയുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അവരോട് എന്താണ് ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. സക്സസ് ആയി നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ള. ഇനി നമ്മൾ ഇന്ന് തിരിച്ചറിയാൻ തുടങ്ങി, ഇനി സ്പീഡായിട്ട് ചെയ്യാം. ഈ 2024 എന്നുള്ള ഒരു വർഷം നമ്മൾ തീരുമാനം എടുക്കുക. ഈ ഒരു വർഷത്തിൽ എന്തൊക്കെ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും, എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, നമ്മളെ ടീമിലുള്ള ആളുകളെ എവിടെ എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളെ വർഷമായിട്ട് മാറും. നമ്മളെ വർഷമായിട്ട് മാറും. AIGയിൽ ഏറ്റവും നല്ല GC ഒക്കെ അറിയപ്പെടുന്ന പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ ആയിട്ട് മാറാൻ പോകും AIG.
അതിലുള്ള ആളുകളാണ് നമ്മളൊക്കെ ഉള്ളത്. അപ്പൊ ഒരുപാട് ആൾക്കാർ ഇനി കടന്നു വരാനിരിക്കുകയാണ്, ഒരുപാട് ആൾക്കാർ. അപ്പൊ നമ്മളെയും കൊണ്ട് പറക്കാനുള്ള ആളുകൾ വരാൻ പോകും. ഇപ്പൊ മുബീൻ സാർ വരെ പറയുന്നുണ്ട്, അവര് എന്താ പറയാ, അവര് വലിയ അച്ചീവ്മെന്റിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നു. ആ അച്ചീവ്മെന്റിൽ എത്താനുള്ള ആളുകൾ എന്താ പറയാ ജനിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അപ്പൊ അത് അവര് ഇന്ന് കോടികൾ വരുമാനം, 1 കോടി വരുമാനം വാങ്ങുന്ന ആളാണ് മുബീൻ മുഹമ്മദ് സർഗോ എന്താണ് സാർ വരെ പറയുന്നു. അപ്പൊ നമ്മളൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ വിജയിപ്പിക്കാനുള്ള ആളുകളൊന്നും എത്തിയിട്ടില്ല. അപ്പം നമ്മളെ കൂടെയൊക്കെ പ്രൊഫഷണൽ ആയിട്ട് കയറി വരുന്ന ആളുകൾ വരാൻ പോവുകയാണ്. അത്രയും കമ്പനി എന്താണ് നിയമ സാധ്യതയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്താണ് നമ്പർ 1 മുബീൻ നമ്മുടെ ബെല്ലി സാർ പറയുന്നുണ്ട്, ഒരു കമ്പനി ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ അത് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മളെ കമ്പനിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കമ്പനി പോയാലും ഒരു കമ്പനി ആണെങ്കിലും നമ്മുടെ കമ്പനിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും കോൺഫിഡന്റും നമുക്ക് തരുന്നതാണ്, ലീഡേഴ്സ് തരുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മളെ ഉറച്ച് വിശ്വസിച്ചു, ലീഡേഴ്സിനെ നമ്മൾ 100% വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇവിടെ 99% ആണെങ്കിൽ 1% കുറഞ്ഞാൽ അവിടെ എന്താണ് നമ്മൾ കോൺഫിഡന്റ് നഷ്ടപ്പെടും. അപ്പൊ അത് 100%, 110% നമ്മൾ കോൺഫിഡന്റ് വർദ്ധിപ്പിക്കാൻ നമ്മൾ സാധിക്കണം. അപ്പൊ അത്ര നല്ലൊരു മേഖലയിലേക്കാണ് ഈ 2024 തുടങ്ങിയ സമയത്ത് വലിയ മാറ്റങ്ങൾ വരാം. കമ്പനികളിൽ ഒരുപാട് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് അപ്ഡേഷൻ, ഒരുപാട് പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് വരുമാനം വരാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ ഇത് നിങ്ങൾ വിശ്വസിക്കുക, കിടന്നുറങ്ങുന്ന സമയത്ത് വരുമാനം വരാൻ പോകുന്ന ഒരു മേഖലയിലാണ് വന്നിരിക്കുന്നത്. റിഫൈൻ റേറ്റ് ഒക്കെ ടൈപ്പാകുമ്പോൾ 2024, 2028 ഒക്കെ ആകുന്ന സമയത്ത് മറ്റു ലെവലില്ല. ഒരുപാട് ആളുകൾ പ്രീമിയം കാറുകളിലേക്ക് മാറാൻ പോവുക, ബെൻസും BMW ഇപ്പൊ യൂസ് ചെയ്യാൻ പോവുക. അതാണ് നമ്മൾ ഡ്രീം ചെയ്യുന്നത്. നമ്മളിപ്പൊ ഡ്രീം ചെയ്യേണ്ടത് ആ രീതിയിൽ 1-2 വർഷം കൊണ്ട് നമ്മളെ എവിടെ എത്തും, നമ്മളെ കൂടെ ഉള്ള ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡ്രീം ചെയ്ത് നമ്മള് ആ ഒരു മാറ്റങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മളിപ്പോ പ്രവർത്തിക്കുന്ന കഷ്ടപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടും തോന്നൂല, ഒരു ബുദ്ധിമുട്ടും തോന്നൂല നമുക്ക്. അപ്പൊ എന്ത് ചെയ്യും, നമ്മളെ കൂടെയുള്ള ആൾക്കാർക്ക് കോൺഫിഡന്റ് കുറയുകയും ഇത് നടക്കുമോ, ചില പ്രൊഫഷണൽ മേഖലയിലുള്ള ആളുകൾ നമ്മളെ കൂടെ കടന്നു വന്നിട്ടുണ്ടാവും. അവർക്ക് ചില സമയത്ത് വരുമാനം, ചില ആഴ്ചകൾ വരുമാനം കുറയുമ്പോൾ അവർക്ക് എന്ത് തോന്നും, അവിടേക്ക് തന്നെ പോയാലോ, അങ്ങോട്ട് തന്നെ പോയാലോ എന്നൊക്കെ തോന്നും. പക്ഷെ അവരെ പിടിച്ചു നിർത്തേണ്ടത് നമ്മളാണ്. അവർക്ക് ഡ്രീം ഉണ്ടാക്കണം, ലക്ഷ്യം ഉണ്ടാക്കണം. ഈ രീതിയിൽ നമുക്ക് വരുമാനം വാങ്ങാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സമയം നമ്മളെ കൂടെ തന്നെ നിൽക്കും. അപ്പൊ അവരെ കൂടെ നിർത്തിച്ച് അവരിലൂടെ വരാനുണ്ട്. നമ്മളെ കൂടെയുള്ള ആളുകളെ മാത്രമല്ല നമ്മൾ കാണുന്നത്, അവരെ കണക്ഷൻ ഒരുപാട് ആളുകൾ കടന്നു വരാനിരിക്കുന്നു. പ്രൊഫഷണൽ ആയിട്ടുള്ള ഇപ്പൊ BCom ഒക്കെ കഴിഞ്ഞ കുട്ടികളൊക്കെ നാളെ തെരഞ്ഞെടുക്കാൻ പോകുന്ന ഡയറക്ട് സെല്ലിംഗ് ആണ്, ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഒരുപാട് യൂണിവേഴ്സിറ്റിയിലൊക്കെ പാഠ്യവിഷയമൊക്കെ ആയി മാറിയിരിക്കുകയാണ്. അപ്പൊ നാളെ ഈ ഒരു ബിസിനസ് മേഖല എന്താണ് PSC എഴുതിയിട്ട് വരേണ്ടി വരും. അങ്ങനെയൊക്കെ വരാൻ പോവുകയാണ്. PSC ഒക്കെ എഴുതിയിട്ട് ഈ മേഖലയിലേക്ക് വരാൻ പോകുമ്പോൾ ഏറ്റവും നമ്പർ 1 കമ്പനിയിലല്ലേ കടന്നു വരിക. അപ്പൊ നമ്മളെ ബന്ധുക്കളിലും സുഹൃത്തുക്കളിലുള്ള മക്കളൊക്കെ കടന്നു വരുന്നത് നമ്മളെ കൂടെയല്ലേ, നമ്മളെ സ്പോൺസർ വഴിയല്ലേ വരാൻ പോകുന്നത്. അതൊക്കെ നമ്മളൊന്ന് കണ്ടു നോക്കൂ. അതൊക്കെ കണ്ടത് കഴിഞ്ഞാൽ എന്താണ്, ഈ ബിസിനസിന്റെ വളരെ 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 സന്തോഷത്തോടു കൂടി ഇഷ്ടത്തോടു കൂടിയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ളതാണ്. നമ്മൾ ഇഷ്ടത്തോടു കൂടി പ്രവർത്തിക്കാൻ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യുന്ന സമയത്ത് എന്താണ് റോഡ് പണിയൊക്കെ നടക്കുകയാണ്. എന്തൊരു ബുദ്ധിമുട്ടാ അല്ലെ, ഒരു കഷ്ടപ്പാട് അവർക്കുള്ള ആ ഒരു മേഖലയിൽ ചെയ്യുന്ന സമയത്ത്. ഓക്കെ ഓക്കെ. അപ്പോ പിന്നെ എന്താണ്, പൊടിയും എല്ലാം നിറഞ്ഞതാണ്. നമ്മൾ വരുന്ന വഴിയിൽ കഷ്ടപ്പാട്, അവര് റോഡ് പണിയും പാലം പണിയൊക്കെ ഒരുപാട് എഫേർട്ടാണ്. അവര് എന്താണ്, അവരെത്ര മണിക്കൂറാണ് അവര് പിന്നെ ഓവർ ടൈം വർക്ക് ചെയ്യുന്നത്. അത്രയൊന്നും എഫേർട്ട് ഇവിടെ ഇല്ല. അന്ന് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാനും പിന്നെ ഇവിടെ സംസാരിക്കും, നമ്മളെ MI ലൈഫ്സ്റ്റൈൽ ചെയ്യാൻ എന്ത് സിമ്പിളാ, സുഖമാണ്. എന്താ പറയാ, ഒരു സമയം കഴിഞ്ഞാൽ പ്രീമിയം കാറിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മളെ മാത്രം എഫേർട്ടല്ല, നമ്മളെ കൂടെയുള്ള ആൾക്കാരെ എഫേർട്ട്, അവരുടെ ടൈമും നമുക്ക് കിട്ടുകയാണ്. അപ്പം ഈ രീതിയിൽ സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മേഖല ഇത് മാത്രമേ ഉള്ളൂ. ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്താൻ സാധിക്കുന്ന എന്താണ്, ഒരു ലക്ഷ്യം നമ്മൾ ഉണ്ടാക്കുക, 1 ലക്ഷം വരുമാനം നേടുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് വരിക ആദ്യം നമ്മള്.
ആ 1 ലക്ഷം വരുമാനം നമ്മൾ പ്ലാൻ ചെയ്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനുശേഷമാണ് നമുക്ക് 2,16,000 പ്ലാൻ ചെയ്യാൻ സാധിക്കും. നമ്മളെ കൂടെ വന്ന ആളുകൾ, ഒരുപാട് ആൾക്കാർക്ക് മിനി സീലിംഗ് അടിക്കാൻ 21,000 വരുമാനം, നമ്മളെ സീലിംഗിന്റെ കുട്ടിയാണ്, അത് വരുമാനം വാങ്ങിക്കൊടുക്കാൻ നമ്മൾ അവർക്ക് പ്ലാൻ ചെയ്ത് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ തയ്യാറായ സമയത്ത് എന്താണ് അതിന്റെ മേലെ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ഓരോരുത്തർക്കും സാധിക്കും. ഇതാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എന്താണ് നമ്മളെ കൂടെ എല്ലാവർക്കും വേണ്ടി ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ കട്ടയ്ക്ക് നമ്മളെ നിൽക്കൂലേ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫാമിലിയുള്ള കോളുകള് വിളിക്കാനുള്ള സമയം കുറവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫാമിലി ബിസിനസ് ഫാമിലി ആയിട്ട് മാറി. ഇവര് വിളിച്ചിട്ട് കിട്ടുന്ന ഒരു സമയം, ചിലപ്പോ സമയത്ത് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കാണ്ട്, മോളെ നിനക്ക് എന്നെ തീരെ വിളിക്കാൻ പോലും സമയമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചില സമയത്ത് ഓടി എത്തും ഒന്ന് കണ്ടിട്ട് വരാന്നുള്ള ആ രീതിയിലൊക്കെ എന്താ പറയാ, അത്രയും ടൈം ഇല്ലാത്ത ചില സമയത്ത് 11 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും വിളിക്കുക. ആ സമയത്ത് ചിലപ്പോൾ അമ്മ ഉറങ്ങിയിട്ടുണ്ടാവും. കാരണം വെച്ചാല് അത്രയും നമുക്ക് ഇവിടെ ഇങ്ങോട്ടും കോള് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഒക്കെ അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് സമയം പോകുന്ന അറിയില്ല. അപ്പൊ ഓരോരുത്തർ വിളിക്കും ഓരോ കാര്യങ്ങൾ. അപ്പൊ നമ്മളെ ഈ ഒരു എന്താ പറയാ, അവർക്കൊന്നും അറിയില്ല, ഫാമിലിയിലേക്കൊന്നും അറിയില്ല. അപ്പൊ കാര്യങ്ങൾ അവർക്ക് ബോധ്യമായിക്കോളും. അപ്പൊ എന്താണ്, ഫാമിലിയും വേണം, ഫാമിലി ബിസിനസ്സും വേണം, എല്ലാം വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഏറ്റവും നല്ലൊരു മേഖലയിലേക്കാണ് വീണ്ടും ഞാൻ പുതിയ ആൾക്കാരോട് പറയാണ്, ഈ മേഖല നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. ഈ ഒരു ബിസിനസ് പോലെ ഒരു ബിസിനസ് വേറെ നമുക്ക് കിട്ടാനില്ല. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു എന്താണ്, നോമിനേഷൻ ഫെസിലിറ്റി കണ്ടിട്ട് പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. മറ്റു മേഖലയിൽ നിന്ന് 1 ലക്ഷം വരുമാനം വരെ മറ്റ് പ്രൊഫഷണൽ മേഖലയിൽ നിന്ന് വരുമാനം വാങ്ങുന്ന ആള് വരെ റിസൈൻ ചെയ്ത് ഈ മേഖല, നമ്മളെ ബെന്നി സാറ് വരെ റിസൈൻ ചെയ്ത കാര്യം പറയാറുണ്ട്. ഒരുപാട് ലീഡേഴ്സ് പറയാറുണ്ട്. മറ്റ് പ്രൊഫഷണൽ മേഖലയിൽ നിന്ന് എന്താണ് 50,000 വരുമാനം 1 ലക്ഷം വരുമാനം കിട്ടുന്നിടത്തുനിന്ന് റിസൈൻ ചെയ്തിട്ട് ഈ ഒരു മേഖലയിലേക്ക് വന്ന ആളുകളുണ്ട്. അതെന്താണ്, ഫിനാൻഷ്യൽ ഫ്രീഡം. അതിന് എന്താണ്, ഒരു 5 വർഷം ഇവിടെ, ഒരു 5 വർഷം നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായാൽ മതി. ഈ ഒരു 5 വർഷം നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം, ടൈം ഫ്രീഡം ഒക്കെ കിട്ടുന്ന വേറൊരു മേഖലയില്ല. ഇത്രയും ലീഗലായിട്ട് 100% ലീഗലായിട്ടുള്ള ഒരു മേഖല വേറെ ഇല്ല. അതുകൊണ്ടാണ്, അത് മനസ്സിലായിട്ടാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല, ചില ലീഡേഴ്സ് പറയുന്നുണ്ട്, ഒരു ഫാമിലി നമ്മളില്ലാത്ത സമയത്ത് ആ ഫാമിലിയുടെ എന്താണ് മറ്റു മേഖലയിലാകുന്ന സമയത്ത് എന്തായി, ബുദ്ധിമുട്ടായില്ലേ, കുടുംബനാഥൻ ഇല്ലാണ്ടായി പോകുന്ന ആ സമയത്ത് എന്തായി, ഫാമിലി മുഴുവൻ അവരെല്ലാ കാര്യം ബുദ്ധിമുട്ടായി. പിന്നെ ആരുണ്ടാവില്ല, മക്കളെ പഠിപ്പ്, പിന്നെ മുന്നോട്ടുള്ള ജീവിതം ഒക്കെ ദുരിതത്തിലേക്കാ പോകുന്നത്. പക്ഷെ ഈ മേഖല എന്ന് പറഞ്ഞാൽ 3 തലമുറയ്ക്ക് വരെ ഇൻകം കൊടുത്തോണ്ട് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടിയ നമ്മൾ കാണുന്നുണ്ട്. യമുന ഷീജൻ അവരെ എക്സ്പീരിയൻസ് കേൾക്കുന്ന സമയത്ത് ഫാമിലി എന്താണ്, ഇതിപ്പം MI ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനി ദൈവത്തിന് തുല്യാണ് അവർ കാണുന്നതെന്നുള്ള, ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്തൊരു കമ്പനിയാണ്. ഇപ്പം ഷീജൻ സാർ ഇല്ല എന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫാമിലി, മക്കളെ, ഫാമിലി ഒക്കെ കമ്പനി നോക്കുകയാണ്. അതിനേക്കാൾ വരുമാനം, സാറ് വാങ്ങിയേക്കാൾ വരുമാനം ഇപ്പൊ ഫാമിലിയിലേക്ക് എത്തുകയാണ്. യമുന മാഡം ടീച്ചർ എന്ന് പറയുന്ന ജോലി റിസൈൻ ചെയ്തിട്ട് ഈ മേഖല ഫുൾ ടൈമറായി. ഡയമണ്ട് എന്ന് പറയുന്ന പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഫാമിലി എന്താണ്, ഈ ഫാമിലി ഇപ്പൊ എന്താണ്, ഒരുപാട് ഈ ബിസിനസ്സിലുള്ള ആളുകളായി ഫാമിലി ആയിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ള, അങ്ങനെയുള്ള 2 ഫാമിലി നമ്മൾ കണ്ടിട്ടുണ്ട്. അശോകൻ സാറിന്റെ ഫാമിലി. അപ്പൊ ഇത് നമ്മളെ കമ്പനിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയ 2 ഫാമിലിയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് ഒരുപാട് ലീഡേഴ്സ് ഈ ഫുൾ ടൈമറായിട്ട് ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നുള്ള, 3 തലമുറയ്ക്ക് വരെ ഇൻകം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണെന്നുള്ള. അപ്പൊ അത്ര വലിയൊരു മേഖലയിൽ നമ്മൾ കടന്നു വന്ന സമയത്ത് എത്രമാത്രം നമ്മൾ സീരിയസ് ആവണം എന്നുള്ള. അപ്പൊ നമ്മൾ പഠിക്കാൻ തയ്യാറാവുക. പഠിക്കാതെ നമുക്ക് ഇത് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഈ സിസ്റ്റത്തിന്റെ കൂടെ നിൽക്കാതെ നമുക്കൊന്നും സാധിക്കില്ല. സിസ്റ്റത്തിന്റെ കൂടെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക, പഠിക്കാൻ തയ്യാറാകുക. മറ്റു മേഖലയിലെ എഡ്യൂക്കേഷൻ ഒന്നും നമുക്ക് ഇവിടെ പോരാ. കാരണം മറ്റു മേഖലയിലെ ആളുകൾ ഇന്നിപ്പം പറയാ, ടീച്ചേഴ്സും അതുപോലെ തന്നെ ഒരുപാട് മറ്റു മേഖല റിട്ടയർ ചെയ്ത ആളുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഡെപ്യൂട്ടി കളക്ടർ വരെ ചെയ്യുന്നുണ്ട് ഈ ഒരു മേഖല. അപ്പൊ ചില ആളുകൾ വിചാരിക്കും ഇതെന്താ, ഒരു പണിയില്ലാത്ത ആള്, എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാരുടെ ബിസിനസ്സാണ്, കച്ചവടം ബേസ്ഡ് സോപ്പും വെക്കാൻ പോകുക എന്നുള്ളതൊക്കെയാണ് ചില ആളുകളുടെ ധാരണ. പക്ഷെ ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ വരെ ഈ മേഖല ഏറ്റെടുക്കാൻ പോവുകയാണ്.
അപ്പൊ മറ്റ് സ്റ്റേറ്റിലൊക്കെ ഉള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാല് ഇത് ആ രീതിയിലാണ് കാണുകയും പ്രവർത്തിക്കുകയും വലിയ വരുമാനം വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊക്കെ സീരിയസ് ആയിട്ട് ഒന്ന് മാറുക, കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുക, പ്രൊഫഷണൽ ആയിട്ട് മാറുക, ഫുൾ ടൈമർ ആയിട്ട് മാറാൻ സാധിക്കുന്നവര് ഫുൾ ടൈമർ ആയിട്ട് മാറി പ്രവർത്തിക്കുക, നേരത്തെ അച്ചീവ്മെന്റ് ഉണ്ടാക്കുക, സ്പീഡായിട്ട് അച്ചീവ്മെന്റ് ഉണ്ടാക്കുക, വരുമാനം ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൂടെയുള്ള ആൾക്കാർക്ക് അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീൽഡിൽ ഇറങ്ങി നമ്മൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നേട്ടങ്ങൾ എന്തായാലും ഉണ്ടായിക്കോളും. ഇത് ബന്ധങ്ങളാണ്, ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. അവരുമായിട്ട് ഫാമിലി ആയിട്ട് ഒരു ബന്ധം ഉണ്ടാക്കി കൊടുക്കുക, എപ്പോഴും വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചില ആളുകൾ ചില സാഹചര്യങ്ങളും ബുദ്ധിമുട്ട് കൊണ്ട് ഫീൽഡിൽ ഇറങ്ങാൻ പറ്റാണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താ, അവരെ വിസിറ്റ് ചെയ്യുക, അവരെ പോയി കാണുക. അവരെ പോയി കണ്ടു കഴിഞ്ഞാൽ തന്നെ അവരെ പ്രശ്നങ്ങളൊക്കെ തന്നെ സോൾവ് ആയി. അപ്പൊ അത് തന്നെയാണ് അവരെ കൂട്ടിപ്പിടിച്ച് കൂടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഒരുപാട് മാൻ പവർ ഒക്കെ വർദ്ധിക്കാൻ സാധിക്കട്ടെ. ഇതിൽ വേണ്ടത് മാൻ പവർ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. മാൻ പവർ വർദ്ധിക്കണമെങ്കിൽ എന്തായത് എന്താണ് ഒരുപാട് ഹോം മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ സാധിക്കുന്നതാണ്. നമ്മൾ റീറ്റെയിൽ തുടക്കത്തിലുള്ള പുതിയ ഡിസ്ട്രിബ്യൂട്ടർമാരോടാണ് റീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം, റീറ്റെയിലൂടെ മാത്രമേ നമുക്ക് സാറ്റിസ്ഫൈഡ് കസ്റ്റമർ കിട്ടൂ. അങ്ങനെയുള്ള സാറ്റിസ്ഫൈഡ് കസ്റ്റമറാണ് നമ്മളെ ബ്രാഞ്ച് 1 ഉം 2 ഉം കടന്നു വരുന്നത്. ചെറിയ ആളുകൾ പറയും എനിക്ക് ഒരുപാട് ബന്ധങ്ങളില്ല, ആളുകളെ പരിചയമില്ല, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഇത് ഞാനൊക്കെ തുടക്കത്തിലും സംസാരിക്കാനൊന്നും കഴിവുള്ള ആളല്ല. ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന എന്താണ്, ബിസിനസ്സിൽ വന്നതിന് ശേഷം മാത്രം ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ എന്താണ് ഇത് നമ്മള് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറുകയാണ്. സംസാരിച്ചിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് മാറും. നമ്മൾ ഉള്ളിൽ നിന്നാണ് പിന്നെ വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ പഠിക്കാൻ തയ്യാറാവുക, പഠിപ്പിക്കാൻ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള സൗകര്യം പഠിപ്പിക്കുക, പരിശീലിപ്പിക്കുക, സഹായിക്കുക, ഇതേ ചെയ്യണ്ടുള്ളൂ. സഹായിക്കുകയും ചെയ്യുക. ഈ കാര്യങ്ങൾ നമ്മൾ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും നമ്മളെ കൂടെയുണ്ട്. ആർക്കും ഒരു നെഗറ്റീവ് ഉണ്ടാവില്ല. പല വീട്ടുകളിൽ നിന്ന് വരുന്ന ആളുകളാ, പല സ്വഭാവമുള്ള ആളുകളാ. നമ്മളിവിടെ മാനേജ്മെന്റാ. നല്ല മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ചിലർക്ക് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നുണ്ട്, ദേഷ്യം വരുന്ന ആളുകളുണ്ട്, സങ്കടം വരുന്ന ആളുകളുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ ഈ ആളുകളൊക്കെ എന്ത് ചെയ്യണം, ഒരേ മനസ്സുള്ള ആളുകളാക്കി മാറ്റണം. ഒരേപോലെ ആക്കി നമ്മളെ പോലെ തന്നെ സ്വഭാവം. പല ശരീരങ്ങളാണെങ്കിൽ ഒരേ മനസ്സോടുകൂടി ഒരു ടീമോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ പ്രോഗ്രാമിലും ട്രെയിനിങ്ങിലുമാണ് ഇത് സാധിക്കുക. നമ്മളെ ഒറ്റക്കൊണ്ട് സാധിക്കില്ല. 1-2 ദിവസം ട്രെയിനിങ്ങിലേക്ക് കണക്ട് ചെയ്താൽ നമ്മളെ ലീഡേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കോളും, അവരെ മൈൻഡ് സെറ്റ് മാറിക്കോളും. അപ്പൊ അതേ ചെയ്യണ്ടുള്ളൂ. നമ്മൾ പറഞ്ഞ് മാറ്റുമ്പോൾ ചില ആളുകൾ ഇവരാരാ എന്നെ പറഞ്ഞ് നന്നാക്കാൻ എന്നുള്ള തോന്നൽ ഒരു ഉള്ളിലുണ്ടാവും അല്ലെ. പറഞ്ഞ് നന്നാക്കാൻ ഇവരാരാ ആളുകൾ എന്നുള്ള, ഞാൻ ഇത്ര വർഷമല്ലേ ജോലി ചെയ്യുന്ന വേറെ മേഖലയിൽ, നമ്മളെ ഈ കാര്യങ്ങൾ പറഞ്ഞുതരാം. പക്ഷെ നമ്മൾ പ്രോഗ്രാമിൽ കൊണ്ടുപോയി ഇരുത്തുന്ന സമയത്ത് നമ്മളെ ലീഡേഴ്സിന്റെ സ്പീച്ച് എന്താ പറയാ അനുഭവങ്ങളും അവരുടെ ട്രെയിനിങ് ഒക്കെ മാറിക്കോളും, താനെ മാറിക്കോളും. അപ്പൊ അതേ ചെയ്യണ്ടുള്ളൂ. ചില സമയത്ത് നമുക്കും വിഷമം തോന്നുന്നുണ്ട്, നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ലല്ലോ, എന്താണ് ഇങ്ങനെ അവര് എന്താ പറയാ ദേഷ്യം പിടിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് സങ്കടം. പക്ഷെ നമ്മളും പ്രോഗ്രാമിൽ പോയി ഇരുന്ന് കഴിഞ്ഞ കാര്യങ്ങൾ ബോധ്യമായാൽ നമുക്ക് ആ സങ്കടം വിഷമമൊക്കെ മാറും എന്നുള്ളതാണ്. അപ്പോ ഇത് സിമ്പിൾ ആണെങ്കിൽ കൂടി നമ്മൾ കറക്റ്റ് ആയിട്ട് രീതിയിൽ നേരെ മുന്നോട്ട് പോവുക വേണ്ടത്. ലീഡേഴ്സിനെ എന്താ പറയാ കണക്ട് ചെയ്തുകൊണ്ട്, ഈ സിസ്റ്റത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സറണ്ടർ ആവാൻ തീരുമാനിക്കുക. ഈ സിസ്റ്റത്തിന് സറണ്ടർ ആവുക. അതുപോലെ തന്നെ നമ്മൾ ലീഡേഴ്സ് എന്ത് പറഞ്ഞോ അത് നമ്മളെ വിജയത്തിന് വേണ്ടിയാണ്, നമ്മളെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മളെ ടീമിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ലീഡേഴ്സ് പറയുന്ന സമയത്ത് നമ്മൾ ചില ആളുകൾ, കേൾക്കാത്ത ആളുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ലീഡേഴ്സ് പറയുന്നൊന്നും കേൾക്കാതെ അവര് വിട്ടുപോയ ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ തയ്യാറാവണം. ലീഡർ പറയുന്നത് എന്തിനാണ്, നമ്മളെ നേട്ടത്തിന്റെ നന്മയ്ക്കൊക്കെ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായിട്ട് എന്ത് ചെയ്യുക, നമ്മളവിടെ സറണ്ടർ ആവാൻ തയ്യാറാവുക. നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് അതൊക്കെ മാറ്റങ്ങൾ എന്താ പറയുക ഫസ്റ്റ് ചേഞ്ച് പറയുന്നുണ്ടല്ലോ, ഫസ്റ്റ് ചേഞ്ച് വരുത്തേണ്ടത് നമ്മുടെ ലീഡേഴ്സാണ്. അപ്പൊ നമ്മൾ ആദ്യം മാറാൻ തയ്യാറാവുക. ഈ മാറാൻ തയ്യാറായാൽ മാത്രമേ ഇവിടെ നേട്ടങ്ങളും ഒക്കെ നമ്മളെ എത്തുള്ളൂ എന്നുള്ള. നമ്മൾ ഇന്ന് ഒരു വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. ഈ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു ടൈമാണ് ശരിക്കും പറഞ്ഞാൽ 5 വർഷം എന്ന് പറയുന്നത്.
ഈ ഒരു 5 വർഷം നമ്മൾ പഠിക്കുകയും ചെയ്യുന്ന സമയത്ത്, മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് നമ്മൾ എന്ന വ്യക്തിയെ മാറുകയാണ്. നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ മറ്റുള്ളവർ നമ്മളെ വീക്ഷിക്കുന്നുണ്ട്, അവർക്ക് മനസ്സിലാവും. എത്രയോ മാറ്റം വന്നു പോയല്ലോ, നമ്മളോട് തന്നെ പറയും. എത്രയോ മാറിപ്പോയല്ലോ, എത്രയോ മാറ്റങ്ങൾ വന്നല്ലോ എന്നുള്ളത് പറയും. അപ്പൊ ഇതൊക്കെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. നമ്മൾ അറിയാതെ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പൊ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇതൊക്കെ. എന്തായാലും എന്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. 7 മണി വരെയാണ് സാറ് എൻ്റെ അടുത്ത് സുബ്രഹ്മണ്യൻ സാറാണ് എന്നെ ഇന്ന് ഈ ഒരു മീറ്റിങ്ങിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത്. സാറ് പറഞ്ഞിട്ടുണ്ട് 7 മണി വരെ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്ന് ഈ ഒരു മോർണിംഗ് മീറ്റിംഗിൽ എത്തിയിരിക്കുന്ന എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങളും നേട്ടങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ സുബ്രഹ്മണ്യൻ സാറാണ് എന്നെ ഈ മോർണിംഗ് മീറ്റിംഗിലേക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് നന്ദി പറയുകയാണ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ ഒരുപാട് വിജേഷ് വിജയൻ സാറ്, ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ ഉള്ളൊരു മീറ്റിംഗ് ആണ്. അപ്പം എന്നേക്കാൾ ഒരുപാട് അനുഭവങ്ങളും അറിവുകളൊക്കെ ഉള്ള ലീഡേഴ്സാണ്. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്ത്. അപ്പം എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഈ ഒരു സമയത്ത് ഈ ഒരു മീറ്റിംഗിൽ എനിക്ക് സംസാരിക്കാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒരു മീറ്റിംഗിലേക്ക് സംസാരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വലിയ വിജയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ എക്സ്പീരിയൻസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നേട്ടങ്ങളൊക്കെ ഉണ്ടാവട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്, വിഷ് യു ഓൾ ദി സക്സസ്. താങ്ക് യു വെരി മച്ച്.